ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 പാർട്ട് 4 ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീരീസ് ആൻഡ് പാരലൽ ഫോം ഓഫ് റെസിസ്റ്റേഴ്സ് അതിൻ്റെ 2 പ്രോബ്ലംസ് ചെയ്തു. അപ്പോൾ നമ്മൾ റെസിസ്റ്റേഴ്സ് സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും കൊടുത്തിട്ട് 2 പ്രോബ്ലംസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രിക്കൽ പവറിനെ കുറിച്ചാണ്. എന്താണ് ഇലക്ട്രിക്കൽ പവർ? പവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ഇൻ ആൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് സമയത്ത്, ഒരു നിശ്ചിത സമയത്ത് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത്. സാധാരണ വർക്ക് ബൈ ടൈം, അതാണ് പവർ എന്ന് പറഞ്ഞാൽ. സാധാരണ പവർ എന്ന് പറഞ്ഞാൽ എന്തിന് പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്, അല്ലെങ്കിൽ എനർജി ബൈ ടൈം. വർക്ക് എനർജിയും ഏകദേശം തുല്യമായ സംഭവമാണ് അല്ലേ. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്കാണ് എനർജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വർക്ക് ബൈ ടൈമാണ് പവർ. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവറിൻ്റെ കേസിൽ പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ഇൻ യൂണിറ്റ് ടൈം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബൾബ്, അതുപോലെ ഒരു ഫാന്, 2 സംഭവങ്ങൾ എടുക്കുകയാണ്. ഈ ബൾബിൻ്റെ ഇലക്ട്രിക്കൽ പവറല്ല ഫാനിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ബൾബ് എന്ന് പറഞ്ഞാൽ സാധാരണ LED ബൾബുകളൊക്കെ ആണെങ്കിൽ വളരെ പവർ കുറവാണ്. അത് 5 വാട്ട്സ്, 10 വാട്ട്സ്, അല്ലെങ്കിൽ 2 വാട്ട്സ്, 3 വാട്ട്സ്, ഇതൊക്കെയാണ് അതിൻ്റെ പവർ. ഇലക്ട്രിക്കൽ പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. വാട്ട്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വാട്ടുകൾ എന്ന് ഉദ്ദേശിച്ചാൽ പ്ലൂറലാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. ഇത്ര വാട്ടിലാണ് നമ്മൾ പറയുക. അപ്പോൾ ഒരു ബൾബിൻ്റെ പവർ 5 വാട്ട് എന്ന് പറഞ്ഞാൽ അവിടെ 5 യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഒരു സെക്കൻഡിൽ യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ 5 ഇലക്ട്രിക്കൽ എനർജി ഒരു യൂണിറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, എന്നാൽ ഒരു ഫാനിൻ്റെ കേസിൽ അത് 50 വാട്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ്, 50 ഇലക്ട്രിക്കൽ എനർജി ഒരു യൂണിറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നു, സെക്കൻഡിൽ യൂസ് ചെയ്യുന്നു. 50 വാട്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്താണ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതവിടെ എന്താ യൂണിറ്റ് ടൈമിൽ. അപ്പോൾ അവിടെ എന്താണ് തമ്മിൽ വ്യത്യാസം? രണ്ടിൻ്റെയും പവർ വ്യത്യാസമാണ്. ഒന്ന് കൂടുതൽ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നു, അതിനനുസരിച്ച് കൂടുതൽ വർക്കും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ബൾബ് ചെയ്യുന്ന വർക്കല്ല ഒരു ഫാൻ ചെയ്യുന്നത്. ഇനി ഒരു മോട്ടോറിൻ്റെ കേസിലാകുമ്പോൾ അതൊരു യൂണിറ്റ് സമയത്ത് അത് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് കൂടുതൽ വർക്കാണ്. ഇപ്പോൾ ഒരു യൂണിറ്റ് സമയത്ത് നമ്മൾ ഒരു ബൾബ് ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് ലൈറ്റ് തരുന്നു. ഫാൻ ചെയ്യുന്ന വെച്ചാൽ അത്രയും സ്പേസിലെ എന്താണ് എയറിനെ ഫ്ലോ ചെയ്യിക്കുന്നുണ്ട്. എയറിന് എന്ത് ചെയ്യുന്നു, എയർ ഫ്ലോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താ അത്രയും കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണ് ഒരു ഇലക്ട്രിക്കൽ മോട്ടോർ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ കിണർന്ന് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നു ഒരു യൂണിറ്റ് ടൈമിൽ. അപ്പോൾ കൂടുതൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യും. അപ്പോൾ കൂടുതൽ കൺസ്യൂം എന്ന് പറഞ്ഞാൽ കൂടുതൽ പവറും ഉണ്ടാവും. അതിന് പവർ കൂടിയ, നമ്മൾ സാധാരണ 2 ആളുകൾ, പവർ കൂടിയ ഒരാളെന്ന് പറഞ്ഞാൽ അയാൾക്ക് കൂടുതൽ വെയിറ്റൊക്കെ പൊക്കാൻ കഴിയും, അല്ലെങ്കിൽ നല്ല ശക്തിയുണ്ട്. ഇതൊരു പറയും അല്ലേ. പവർ കൂടിയ വാഹനം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഫോഴ്സിൽ പോകാൻ കഴിയുമെന്ന്. ഇതുപോലെ എന്താണ് ഇലക്ട്രിക്കൽ ഡിവൈസിൻ്റെ കേസിലാകുമ്പോൾ, ഒരു ബൾബിൻ്റെ കേസിലാകുമ്പോൾ അതെന്താണ്, അത് ചെറിയ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുള്ളൂ, പക്ഷെ അത് ചെറിയ വർക്കേ ചെയ്യുള്ളൂ. എന്നാൽ ഒരു ഫാനിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യും അതേ സമയം കൊണ്ട്. എന്താണ് സെയിം ടൈം നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ, പക്ഷെ എന്താണ് അത് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക് ബൈ ടൈമാണ് പവർ. അപ്പോൾ ഇവിടെ
എന്താണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജീൻ്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ഇലക്ട്രിക്കൽ പവർ പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ യൂണിറ്റ് ടൈമിൽ കൺസ്യൂം ചെയ്യുന്നതിനാണ് എന്താണ് ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബൾബ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യും. ഫാനോ അത്ര യൂസ് ചെയ്യില്ല, പക്ഷെ അത് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫാനിൻ്റെ ഉപകാരമല്ല ഒരിക്കലും ബൾബ് കൊണ്ടുള്ളത്, കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട് ഫാന്. അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ മോട്ടോറുകളാണെങ്കിൽ, നമ്മളെ മോട്ടോർ പമ്പുകളാണെങ്കിൽ വെള്ളം പമ്പ് ചെയ്യുന്നൊക്കെ, അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഓരോന്ന് യൂസ് ചെയ്യുന്ന എന്താണ് ഇലക്ട്രിക്കൽ എനർജിയും അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പവർ കൂടിയ വസ്തുക്കൾ നമ്മൾ ഇനി ഒരേ ബൾബ് തന്നെ ഒരേ ലൈറ്റ് നൽകുന്നത് കൂടുതൽ ഇലക്ട്രിക്കൽ എനർജി കൂടുതൽ പവർ യൂസ് ചെയ്യുന്ന, അപ്പോൾ ഒരു 5 വാട്ട്സിൻ്റെ നമ്മൾ ഒരു ബൾബും അതുപോലെ ഒരു 10 വാട്ട്സിൻ്റെ ബൾബ് യൂസ് ചെയ്യുന്നത്, ഒന്ന് എന്താണ് രണ്ടും ഒരേ ലൈറ്റ് എമിറ്റ് ചെയ്യുകയെന്ന് വെച്ചെങ്കിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് 5 വാട്ട്സിൻ്റെ ബൾബാണ്. കുറഞ്ഞ എനർജി യൂസ് ചെയ്ത് കൂടുതൽ ഔട്ട്പുട്ട് നൽകുന്നത്, അത് എഫിഷ്യൻസി കൂടുതലായിരിക്കും എന്ന് പറയാം. അപ്പോൾ അപ്പോൾ ആ ടൈപ്പ് ബൾബുകളാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട്സ് പവർ കുറഞ്ഞതാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വീടുകളിലൊക്കെ. അതിനനുസരിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രിക്കൽ പവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ്. ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ഒരു യൂണിറ്റ് ടൈമിൽ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിനെ ആണ് ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത്. അത് യൂണിറ്റ് വാട്ടാണ്. ഇനി പവർ കാണാനുള്ള ഇക്വേഷൻ, പവർ ഈസ് ഈക്വൽ ടു I²R. കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് പവർ എന്ന് പറയുന്നത്. കറണ്ട് സ്ക്വയർ ഓഫ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, അതാണ് പവർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെ രീതിയിലും പവർ കാണാം. ഇനി ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈ ഇക്വേഷനിൽ നമ്മൾ I ഈസ് ഈക്വൽ ടു V ബൈ ഓംസ് ലോ പ്രകാരം നമുക്കറിയാം I ഈക്വൽ ടു V ബൈ R. I ഈസ് ഈക്വൽ ടു V ബൈ R. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ I²R എന്ന് പറഞ്ഞ പവറിൻ്റെ ഇക്വേഷനിൽ നമ്മൾ I ഈസ് ഈക്വൽ ടു V ബൈ R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഐക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു V ബൈ R കൊടുത്തു. അപ്പോൾ V ബൈ R ഹോൾ സ്ക്വയർ ഇൻറ്റു R എന്ന് കിട്ടി. V ബൈ R ഹോൾ സ്ക്വയർ ഇൻറ്റു R. I ഈസ് ഈക്വൽ ടു V ബൈ R എന്നുള്ളത് എന്ത് ചെയ്തു നമ്മൾ I²R എന്നുള്ള ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ I² പകരം V ബൈ R കൊടുത്താൽ V ബൈ R ഹോൾ സ്ക്വയർ ഇൻറ്റു R. അവിടെ V² ബൈ R² ഇൻറ്റു R എന്ന് എടുക്കും. അപ്പോൾ V² ബൈ R² ഇൻറ്റു R എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ R² ഇവിടെ R ഉണ്ട്, ഒരു ആറും ഇവിടുത്തെ ഒരു R² ഒരു R എന്താണ് ഇവിടുത്തെ R² എന്ന് പറഞ്ഞാൽ R ഇൻറ്റു R ആണ്. അപ്പോൾ ഒരു ആറും ഇതിലൊരു ആറും കട്ട് ചെയ്തു, ഇവിടെ മുകളിലും ഒരു അടിയിലും ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്തു നമുക്ക് V² ബൈ R എന്ന് കിട്ടി. പവർ P ഈസ് ഈക്വൽ ടു പവറിൻ്റെ അടുത്ത ഇക്വേഷൻ കിട്ടി, പവർ ഈസ് ഈക്വൽ V² ബൈ R. പവർ P ഈസ് ഈക്വൽ ടു V² ബൈ വോൾട്ടേജ് സ്ക്വയർ ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ പവറിന് രണ്ട് ഇക്വേഷൻ കിട്ടി. പവർ P ഈസ് ഈക്വൽ ടു I²R. നെക്സ്റ്റ് പവർ P ഈക്വൽ ടു V² ബൈ R. ഇത് രണ്ടും പവറിൻ്റെ ഇക്വേഷനാണ്. ഇനി നമ്മൾ ഇതന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസിൻ്റെ ഇത് ഒഴിവാക്കിയിട്ട് റെസിസ്റ്റൻസിന് R ഈസ് ഈക്വൽ ടു V ബൈ I ആണ് നമുക്കറിയാം. ഓംസ് ലോ പ്രകാരം റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ കറണ്ട്. അപ്പോൾ നമ്മൾ ഈ I²R എന്ന ഇക്വേഷനിൽ കൊടുക്കുകയാണ്. പവർ P ഈസ് ഈക്വൽ ടു I²R. I²R എന്ന ഇക്വേഷനിൽ നമ്മൾ ഇതാണ് പവർ P ഈസ് ഈക്വൽ ടു I²R എന്ന ഇക്വേഷൻ നമ്മൾ R ഈസ് ഈക്വൽ V ബൈ I എന്ന് കൊടുത്തു കഴിഞ്ഞാൽ I² ഇൻറ്റു R എന്ന് പറഞ്ഞാൽ എന്താ V ബൈ I അല്ലേ. അപ്പോൾ R ഈസ് ഈക്വൽ ടു V ബൈ I എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഐയും ഇതിൻ്റെ സ്ക്വയർത്ത് ഒരു ഐയും എന്ത് ചെയ്തു കട്ടായി. അപ്പോൾ നമുക്ക് എന്താണ് I² ഇൻറ്റു V ബൈ I ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐയും അതുപോലെ തന്നെ ഈ സ്ക്വയറും പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൽ I ഇൻറ്റു I ആണ് I² എന്ന് പറഞ്ഞാൽ. ഇത് ഒരു എന്താണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ I ഇൻറ്റു I ആണ്. അപ്പോൾ ഒരു ഐയും താഴത്തെ ഒരു ഐയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും പവർ P ഈക്വൽ ടു
പവർ പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്ന് കിട്ടും. വി ഇൻറ്റു ഐ പവർ ഈസ് ഈക്വൽ ടു പി വി ഇൻറ്റു അല്ലെങ്കിൽ ഐ ഇൻറ്റു വി ആണെങ്കിൽ കുഴപ്പമില്ല, വി ഇൻറ്റു ഐ ആണ്. ഐ സ്ക്വയർത്തെ ഒരു ഐയും ഈ താഴത്തെ ഒരു ഐയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. അപ്പോൾ പവറിന് 3 ഇക്വേഷനായി. എന്ത് നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താ? പവർ പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും കറണ്ടും റെസിസ്റ്റൻസും തന്നു കഴിഞ്ഞാൽ നമുക്ക് പവർ ആണെങ്കിൽ പവർ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ചെയ്താൽ മതി. എന്നാൽ നെക്സ്റ്റ് വോൾട്ടേജും റെസിസ്റ്റൻസും ആണ് തന്നിട്ടില്ലെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് ചെയ്യും. എന്നാൽ നെക്സ്റ്റ് നമുക്ക് വോൾട്ടേജും കറണ്ടും ആ തന്നിട്ടുണ്ടെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ കിട്ടും. ഓക്കെ, പവറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടാണ്. അപ്പോൾ പവറിന് ടോട്ടലി 3 ഇക്വേഷൻസ് ഉണ്ട്. 1 2 3. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ മനസ്സിലാക്കണം. പവർ പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, പവർ പി ഈസ് ഈക്വൽ വി സ്ക്വയർ ബൈ ആർ, പവർ പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. ഓക്കെ, ഇപ്പോൾ എന്താണ് ഇലക്ട്രിക്കൽ പവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ഇൻ യൂണിറ്റ് ടൈം. ഇറ്റ്സ് യൂണിറ്റ് ഈസ് വാട്ട്. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രിക്കൽ പവറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ എനർജിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, അല്ലെങ്കിൽ ടോട്ടൽ എനർജിക്കൽ പവർ കൺസ്യൂംഡ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ടോട്ടൽ വർക്ക് ഡൺ. ഇപ്പോൾ നമ്മൾ ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു വീടായി വിചാരിച്ചോളൂ. ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ട് ആയിക്കോട്ടാം, ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടാണ്. ഒരുപാട് ഡിവൈസസ് അല്ലെങ്കിൽ ഒന്നിലധികം സർക്യൂട്ടുകൾ കൺസിഡർ വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്താണ്, അതിൽ തന്നെ ഓരോ എന്താണ് സർക്യൂട്ടുകൾ നമ്മൾ എടുക്കുക. ഒരു റൂം ഒരു സർക്യൂട്ടാണെന്ന് വിചാരിച്ചോ. എന്നാൽ അത് ആ റൂമിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഫാൻ ഉണ്ടാവും, ഒരു ബൾബ് ഉണ്ടാവും, ഇനി ഒരു AC ഉണ്ടാവാം. ഇതുപോലെ ഒരു പ്ലഗിൽ നമ്മൾ ചാർജർ കൊടുത്ത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഒരുപാട് ഡിവൈസസ് ആണ്. ഈ ഡിവൈസസ് ടോട്ടൽ എല്ലാ ഡിവൈസസും കൂടിയും കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന വർക്കിനെയാണ്, ടോട്ടൽ വർക്കിനെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബൾബ് എന്ത് ചെയ്യുന്നു, ലൈറ്റ് പ്രകാശം തരുന്നു, ഫാന് റൊട്ടേറ്റ് ചെയ്യുന്നു, മൊബൈൽ ചാർജറിൽ നമ്മൾ ചാർജ് കയറ്റുന്നത്, എല്ലാതും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാതും ചെയ്യുന്ന, ഫാന് ചെയ്യുന്ന വർക്ക്, ബൾബ് ചെയ്യുന്ന വർക്ക്, എല്ലാതും കൂടി ചെയ്യുന്ന വർക്കിൻ്റെ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് വിളിക്കുന്നത്. അത് സാധാരണ നമ്മൾ പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് ഹവറിലാണ്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് യൂണിറ്റ്, എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് 1 കിലോ വാട്ട് ഹവർ. 1 കിലോ വാട്ട് ഹവർ ഇലക്ട്രിസിറ്റിനെയാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. 1 കിലോ വാട്ട് ഹവറാണ് ഇലക്ട്രിക്കൽ എനർജീൻ്റെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ എനർജി സ്റ്റാൻഡേർഡ് 1 കിലോ വാട്ട് ഹവറാണ്. അഥവാ 1 യൂണിറ്റ് എന്ന് പറയുന്നത്, 1 യൂണിറ്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 1 കിലോ വാട്ട് ഹവറാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ അല്ലെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പെർ ടൈം അല്ല, ഒരു സമയത്ത്, നിശ്ചിത സമയത്ത്, ഒരു എന്താണ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ എന്താണ് പെർ മിനിറ്റ് അല്ലെങ്കിൽ പെർ ഹവർ, അങ്ങനെയല്ല. ടോട്ടൽ ഒരു ഇത്ര മണിക്കൂർ, 5 മണിക്കൂറിൽ നമ്മളൊരു ഫാനും ബൾബും ഒക്കെ ഒരു സർക്യൂട്ടിൽ മൊത്തം ഒരുപാട് ഡിവൈസസ് ഉണ്ട്. ആ മൊത്തം ഡിവൈസസ് ഒക്കെ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ മൊത്തം ഡിവൈസസ് ചെയ്യുന്ന വർക്കിനെയാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. അത് നമ്മൾ പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് ഹവറിലാണ്. അതാണ് ഒരു യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് ഹവർ ഇലക്ട്രിക്കൽ എനർജി. ഇനി അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് ഹവർ. കിലോ വാട്ട് ഹവറിൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഈക്വൽ ടു P ഇൻറ്റു T ബൈ 1000 ആണ്. P ഇൻറ്റു T ബൈ 1000 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഈക്വൽ ടു P ഇൻറ്റു T ബൈ 1000.
പവർ ഇൻറ്റു ടൈം ബൈ 1000. പവർ ഇൻ വാട്ട്സ് ഇൻറ്റു ടൈം ഇൻ ഹവേഴ്സ് ബൈ 1000. പവർ വാട്ട്സിലും ടൈം ഹവേഴ്സിലും ആക്കിയിട്ട് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇൻ കിലോ വാട്ട് ഹവർ കിട്ടും. ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് ഹവർ കിട്ടണമെങ്കിൽ P ഇൻറ്റു ടി ബൈ 1000 ചെയ്താൽ മതി. അതാണ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തുള്ളത്. ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഈസ് ഈക്വൽ ടു P ഇൻറ്റു ടി ബൈ 1000. പവർ ഇൻറ്റു ടൈം, പവർ ഇൻ വാട്ട്സ് ടൈം ഇൻ ഹവേഴ്സ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി ഇൻ കിലോ വാട്ട് ഹവർ കിട്ടും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എക്സാമിനൊക്കെ ചോദിക്കുന്ന നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ വീടുകളിലൊക്കെ നമുക്ക് ആവശ്യം നമുക്ക് എന്താണ് ഉപകാരപ്പെടുന്ന ഒന്നാണ് ഒരു അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനത്തിൻ്റെ സർക്യൂട്ടുകളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്താണ് അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആദ്യം വെഹിക്കിളിൻ്റെ വാഹനത്തിൻ്റെ ഓരോ സിസ്റ്റംസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പ്രോബ്ലം ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു വീടിൽ നമ്മളൊരു എന്താണ് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി, ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് ഹവർ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ കൺസ്യൂം ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി അത് ഫൈൻഡ് ചെയ്യുക. അതുപോലെ ആ വീട്ടിൽ ഉള്ള ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനെ എത്ര എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് എത്ര ഇലക്ട്രിസിറ്റി ബില്ല് ആ വീട്ടിൽ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെയാണ് എക്സാമിനൊക്കെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല്, ഒരു മാസത്തേക്കുള്ള ഇലക്ട്രിസിറ്റി ബില്ല്, അവിടെ ഇത്ര ഫാൻ, ഇത്ര ബൾബുകൾ, അങ്ങനെ കുറച്ച് സാമ്പിളായിട്ട് കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടെ ആ ഒരു വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി ബില്ല് എത്ര ആയിരിക്കും എന്നുള്ളത് നമ്മൾ മാനുവലി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലമാണ് നമ്മൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് നമുക്ക് ഒന്ന് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എ റെസിഡൻഷ്യൽ ഹൗസ് ഹാസ് ദ ഫോളോയിങ് ലോഡ്സ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. ഒരു വീടിൽ, റെസിഡൻഷ്യൽ ഹൗസ് എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന വീടിൽ താഴെ പറയുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്നതിനൊക്കെ ലോഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 10 lamps ഓഫ് 60 watt പവർ വർക്കിംഗ് ഫോർ 8 hours ഡേ. 60 വാട്ട്സിൻ്റെ 10 ലാമ്പുകൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് 4 lamps ഓഫ് 40 watt വർക്കിംഗ് ഫോർ 6 hours പെർ ഡേ. 4 ലാമ്പുകൾ 40 വാട്ട്സിൻ്റെത് 6 മണിക്കൂറും വർക്ക് ചെയ്യുന്നു. അതേ വീട്ടിൽ തന്നെ ഒരു ദിവസമാണ്, പെർ ഡേ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 1 kilowatt മോട്ടോർ, 1 kilowatt എന്ന് പറഞ്ഞാൽ 1000 watts, 1000 wattsൻ്റെ ഒരു മോട്ടോർ വർക്കിംഗ് ഫോർ 2 hours പെർ ഡേ. 2 മണിക്കൂർ ആ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു വൺ ഹീറ്റർ ഓഫ് 2000 watts, 2000 വാട്ട്സിൻ്റെ ഹീറ്റർ 1 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. ഇത്രയും ലോഡുകളാണ് ആ വീട്ടിലുള്ളത്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ മന്ത്ലി ഇലക്ട്രിസിറ്റി ബിൽ at the rate of 2.5 rupees per kilowatt hour for a month of 30 days. 30 ദിവസമുള്ള ഒരു മാസത്തേക്ക് 2.5 രൂപ യൂണിറ്റിന് അല്ലെങ്കിൽ കിലോ വാട്ട് ഹവറിന് നിരക്ക് വെച്ചിട്ട് ആ ഒരു വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് കാണാമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? P ഇൻറ്റു ടി ബൈ 1000 ആണ്. ആ ഒരു ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കിതെല്ലാം കാണണം. എന്നിട്ട് ടോട്ടൽ ഇപ്പോൾ ഇവിടെ ഓരോ ദിവസത്തെയും യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി, ഓരോ ഡിവൈസസും യൂസ് ചെയ്യുന്ന എത്ര ടൈമും തന്നിട്ടുണ്ട്, അതിൻ്റെ പവർ വാട്ടിലും തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ തന്നിട്ടുള്ള നമ്മൾ ബ്ലാങ്ക് പേജിൽ ഇത് ചെയ്യാൻ പോവാണ്. അപ്പോൾ തന്നിട്ടുള്ള സംഭവങ്ങളിൽ ഓരോന്ന് എടുക്കുക. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 10 ലാംപ്സിൻ്റെ കേസാണ്. അപ്പോൾ 10 ലാമ്പ് 60 വാട്ട്സ് 8 മണിക്കൂർ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നു, ഫസ്റ്റ്
ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നാമത്തെ 10 ലാംപ്സ് എന്താണ് ആ ഒരു തന്നിട്ടുള്ള സംഭവം ഇവിടേക്ക് എഴുതിയെടുക്കുകയാണ്. 10 ലാംപ്സ് ഓഫ് 60 വാട്ട്. അതിൻ്റെ ഇലക്ട്രിക്കൽ എനർജി എങ്ങനെ കാണുമെന്ന് നോക്കാം. ഇ ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്യാണ്. അങ്ങനെ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇ ഈസ് ഈക്വൽ നമുക്കറിയാം പി ഇൻറ്റു ടി ബൈ 1000. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഡിവൈസിൻ്റെ പവറാണ്. പക്ഷെ ഇവിടെ 10 ലാംപ്സ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ എന്താണ് 10 ലാംപ്സ് ഓഫ് 60 വാട്ട് ഉണ്ട് ഓഫ് വർക്കിംഗ് ഫോർ 8 hours. 10 ലാമ്പ് ഉണ്ട് 60 വാട്ട്സ്. 10 ലാംപ്സ് ഉണ്ട് 60 വാട്ട്സാണ് എന്താണ് 8 മണിക്കൂറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടോട്ടൽ എന്താണ് ഒരു ലാമ്പിൻ്റെ കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 60 × 8/1000 ചെയ്താൽ മതി. പക്ഷെ 10 ലാമ്പുകൾ ഉണ്ടാവുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഡിവൈസസ് സെയിം പവറുള്ള നമ്പർ ഓഫ് ഡിവൈസസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓരോ 60 × 8 ചെയ്തിട്ട് 10 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്താൽ മതി? ആ നമ്പർ ഓഫ് ഡിവൈസസും കൂടി ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ എനർജി കാണുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് ഈ കിലോ വാട്ട് ഹവർ ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി ബൈ 1000. ഇവിടെ പി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 60 വാട്ട്സിൻ്റെ 10 ബൾബ് ഉണ്ടെങ്കിൽ 60 × 10 ആ 10 ബൾബിൻ്റെയും കൂടി ടോട്ടൽ പവറാണ് നമ്മളതിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു എൻ കൂടെ ചെയ്താൽ മതി. ഇൻറ്റു എൻ ഇൻറ്റു പി ഇൻറ്റു ടി ബൈ 1000 ചെയ്താൽ മതി. എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഡിവൈസ്. ഒരേ എന്താണ് വാട്ട്സുള്ള എത്ര ഡിവൈസ് ഉണ്ട് നോക്കാം. ഇപ്പോൾ 10 ബൾബ് ഉണ്ട് 60 വാട്ട്സിൻ്റെ. അപ്പോൾ ആ നമ്പർ ഓഫ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എൻ ആണ്. എൻ ഇൻറ്റു പി ഇൻറ്റു ടി ബൈ 1000 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ആദ്യം പി കാണാൻ നമ്മൾ എൻ ഇൻറ്റു പി ആദ്യം തന്നെ കണ്ടു വെച്ചിട്ട് അതിൽ കൊടുത്താലും മതി. അല്ലെങ്കിൽ എൻ ഇൻറ്റു പി ഇൻറ്റു ടി ബൈ 1000 ചെയ്താലും മതി. രണ്ട് തരത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 10 ലാമ്പ് ഉണ്ട് അല്ലേ? 10 ഇൻറ്റു പവർ എത്ര? 60 വാട്ട്സ് ഇൻറ്റു എത്ര മണിക്കൂറാണ്? 8 hours ബൈ 1000. അപ്പോൾ അവിടെ ആ 10 ലാമ്പും യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഇങ്ങനെ ഈ പി ഇൻറ്റു ടി വൈസ് ഇത് മാത്രം ചെയ്തിട്ട് പിന്നെ 10 കൊണ്ട് ഗുണിക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ എന്താണ് എത്ര ലാമ്പ് ഉണ്ട്? 10 ലാമ്പ് 60 വാട്ട്സിൻ്റെ 8 മണിക്കൂർ യൂസ് ചെയ്യുന്ന 10 ലാമ്പ് ഉണ്ട്. അപ്പോൾ എല്ലാതും കൊണ്ട് ഒരുമിച്ച് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 10 × 60 × 8/1000 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 × 6 × 48. അപ്പോൾ ഏകദേശം 4800/1000 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 4.8 കിട്ടും. 4.8 കിലോ വാട്ട് ഹവർ. 4.8 കിലോ വാട്ട് ഹവർ 4.8 കിലോ വാട്ട് ഹവർ എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു 10 ലാംപ്സ് കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി ഇപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് എന്താണെന്ന് നോക്കണം. അടുത്തെന്താ? 4 ലാംപ്സ് ഓഫ് 40 വാട്ട്സ്. അപ്പോൾ നമ്മൾ അത് ഇവിടേക്ക് എടുത്ത് എഴുതണം. അതാണ് 4 ലാംപ്സ് ഓഫ് 40 വാട്ട്സ്. 4 ലാംപ്സ് ഓഫ് 40 വാട്ട്സ് എത്ര മണിക്കൂറാണ് യൂസ് ചെയ്യുന്നത്? 6 hours. നെക്സ്റ്റ് രണ്ടാമത് അതിൻ്റെ കേസിൽ ഇലക്ട്രിക് എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഈസ് ഈക്വൽ ടു നമ്മളിവിടെ പി ഇൻറ്റു ടി ബൈ 1000 തന്നെയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഇക്വേഷൻ. പക്ഷേ പവർ നമ്മുടെ ഒരേ വാട്ട്സുള്ള 4 ഡിവൈസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻറ്റു എൻ നമ്പർ ഓഫ് ഡിവൈസ് കൂടെ കൊടുത്താൽ മതി. അപ്പോൾ എൻ ഇൻറ്റു പി ഇൻറ്റു ടി ബൈ 1000 ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എൻ എത്ര ആയിട്ടുണ്ട്? 4 × 40 ഇൻറ്റു എത്ര മണിക്കൂറാണ്? 6 hours ബൈ 1000. 4 × 40 ഇൻറ്റു 6/1000. ഓക്കെ. അപ്പോൾ നമുക്കിത് എത്ര കിട്ടും? 4 ഇത് നമുക്ക് കിട്ടുന്നത് 960/1000 ആണ്. 4 × 4 × 6 എന്ന് പറഞ്ഞാൽ 96
ഇൻറ്റു 10 960. ഇപ്പോൾ 4 ഇൻറ്റു 40 ഇൻറ്റു 6 960/1000 ഏകദേശം എത്ര കിട്ടും? 0.96 കിട്ടും. 0.96 കിലോ വാട്ട് ഹവർ. അത്ര ആണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് കേസിന്. അപ്പോൾ 40 വാട്ട്സിൻ്റെ ബൾബിൻ്റെ കിട്ടി. നേരത്തെ നമുക്ക് എന്ത് കിട്ടി? 60 വാട്ട്സിൻ്റെ ബൾബിൻ്റെയും കിട്ടി. നെക്സ്റ്റ് അടുത്ത എന്താ നോക്കുക. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തു, ഇതും ചെയ്തു അല്ലേ. 60 വാട്ട്സിൻ്റെ 40 വാട്ട്സിൻ്റെ ബൾബിൻ്റെ കേസ് എടുത്തു. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് 1 കിലോ വാട്ട് ഹവർ മോട്ടോറിൻ്റെ കേസാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് ഒരു കേജ് എടുത്തു. 1 കിലോ വാട്ട് ഹവർ മോട്ടോർ എത്ര മണിക്കൂറാണ്? 2 മണിക്കൂർ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആകെ ഒരു മോട്ടോർ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഡിവൈസ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കിലോ വാട്ട് ഹവർ അല്ല, 1 കിലോ വാട്ട് മോട്ടോർ 2 ഹവർ യൂസ് ചെയ്യുന്നു. ഇതാണ് നമുക്ക് മൂന്നാമത് ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് E=P/T/1000 ചെയ്യുകയാണെങ്കിൽ ഇവിടെ n കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്പർ ഓഫ് ഡിവൈസ് ആകെ ഒന്ന് തന്നെ ഉള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ നമ്മൾ ഇവിടെ കിലോ വാട്ടിലാണ് തന്നിട്ടുണ്ട്. ശരിക്കും P/T/1000 P എന്തായിരിക്കണം? വാട്ട്സിലായിരിക്കണം. ഇവിടെ കിലോ വാട്ട്സിൽ തന്നെ. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 1000 വാട്ടാണ്. 1 കിലോ വാട്ട് =1000. കിലോ എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള പവർ അപ്പോൾ എത്ര? P=1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പിന്നെ ടൈം നമുക്കറിയാം 2 ഹവേഴ്സ് ആണ്. 2 ഹവേഴ്സ് പെർ ഡേ ആണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡിവൈസ് മോട്ടോർ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് ഹവർ എത്രയാണ്? P1000 ഇൻറ്റു, അപ്പോൾ നമ്മൾ 1 കിലോ വാട്ടിനെ 1000ലേക്ക് മാറ്റി. അപ്പോൾ 1000 ഇൻറ്റു എത്ര ടൈം? എത്ര? 2 ഹവേഴ്സ് ബൈ 1000. P/T/1000. P എന്ന് പറയുന്നത് ഇവിടെ 1 കിലോ വാട്ടാണ്. അത് 1000 വാട്ട്സ് ഇൻറ്റു ടൈം 2 ഹവേഴ്സ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഈക്വൽ ടു 2000/1000. അപ്പോൾ എത്ര കിട്ടും? 2 കിലോ വാട്ട് ഹവർ എന്ന് കിട്ടും. 2 കിലോ വാട്ട് ഹവറാണ് ഈ ഒരു ഡിവൈസ് ഒരു ദിവസം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ഡിവൈസ് നോക്കുക. അടുത്തത് ഏതാണ്? 1 ഹീറ്റർ ഓഫ് 2000 വാട്ട്സ് വർക്കിംഗ് 1 ഹവർ പെർ ഡേ. അത് അപ്പോൾ നമ്മൾ എന്താ അതുപോലെ ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കുക. ഹീറ്ററിൻ്റെ കേസ് അടുത്ത ഹീറ്റർ, നാലാമത്തത് ഹീറ്റർ. അപ്പോൾ 4 ഡിവൈസസ് ആണ് ഇതിലുള്ളത്. നാലാമത്തെ ഡിവൈസ് ഹീറ്ററിൻ്റെ കേസിൽ എനർജി ഇൻ കിലോ വാട്ട് ഹവർ എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഈക്വൽ ടു P/T/1000. ഇവിടെ പവർ തന്നിട്ടുള്ളത് എന്താണ്? വാട്ട്സിൽ തന്നെയാണ്. എത്രയാണ്? 2000 വാട്ട്സ് ആണ്. ഇൻറ്റു ടി എന്ന് പറയുന്ന ടൈം എത്രയാണ്? 1 ഹവർ ആണ് ബൈ 1000. 2000/1000 ഈക്വൽ ടു 2 തന്നെ കിട്ടും. അപ്പോൾ ഈക്വൽ ടു നമുക്ക് ഇതും ഈ ഹീറ്ററും കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി ഒരു ദിവസത്തേക്ക് എന്ന് പറയുന്നത് 2 കിലോ വാട്ട് ഹവറാണ്. അപ്പോൾ ഓരോ ഡിവൈസും യൂസ് ചെയ്തത് നമുക്ക് കിട്ടി അല്ലേ. ഫസ്റ്റത്തെ ഡിവൈസ് യൂസ് ചെയ്യുന്ന നമ്മളെ 10 വാട്ട്സിൻ്റെ ബൾബ് യൂസ് ചെയ്യുന്നത് എത്രയാണ്? 4.8 കിട്ടി. നെക്സ്റ്റ് 40 വാട്ട്സിൻ്റെ ബൾബ് യൂസ് ചെയ്ത് 0.96 കിട്ടി. നെക്സ്റ്റ് ഹീറ്ററിൻ്റെ കേസിൽ 2 കിലോ വാട്ട് ഹവർ കിട്ടി. നെക്സ്റ്റ് മോട്ടോറിൻ്റെ കേസിൽ നമുക്ക് 2 കിലോ വാട്ട് ഹവർ കിട്ടി. ഇതൊക്കെ കിലോ വാട്ട് ഹവർ തന്നെയാണ് യൂണിറ്റ്. ഇത്രയും കിട്ടി. എന്നാൽ അപ്പോൾ ഇതൊക്കെ എല്ലാ ഡിവൈസും ഒരേ ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് നമ്മൾ ഇനി ഒരു ദിവസത്തേക്കുള്ള ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് എന്താണ് പെർ ഡേ, ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഇൻ കിലോ വാട്ട് ഹവർ ഈക്വൽ ടു
എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഈക്വൽ ടു എത്ര വരും? ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ മതി, ഓരോ ഡിവൈസിൻ്റെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 4.8 പ്ലസ് 0.96 പ്ലസ് 2 പ്ലസ് 2 ഇതാണ് നമുക്ക് ടോട്ടൽ യൂസ് ചെയ്യുന്ന ടോട്ടൽ ഡിവൈസസ് മൊത്തം ആ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ദിവസത്തേക്കുള്ള ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. അത് എത്ര കിട്ടും? 9.6 എന്ന് കിട്ടും. 9.76 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 4 4 8 8.8 0.96 ചെയ്ത് കഴിഞ്ഞാൽ 9.76 9.76 കിട്ടും. ഇത്രയും കിലോ വാട്ട് ഹവറാണ് കേട്ടോ. യൂണിറ്റ് ചെയ്താൽ മറക്കരുത്. ഇത്രയും കിലോ വാട്ട് ഹവറാണ് ആ ഒരു വീട്ടിലെ ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി ഒരു ദിവസത്തേക്ക് കൺസ്യൂം ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണെന്നുള്ളത് 30 ദിവസമുള്ള ഒരു മാസത്തേക്കുള്ള ഇലക്ട്രിസിറ്റി ബില്ലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 30 ചെയ്തിട്ട് എത്ര രൂപയും കൊണ്ടുകൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ടോട്ടൽ ഇലക്ട്രിസിറ്റി ബില്ല് കിട്ടും. അപ്പോൾ ആദ്യം ഒരു മാസത്തേക്കുള്ളത് കാണാം. ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി ഫോർ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഫോർ 1 മന്ത്, ഒരു മാസത്തേക്ക് ഓഫ് 30 ഡേയ്സ് അല്ലേ? ഓഫ് 30 ഡേയ്സ് എത്ര വരിക? എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഈക്വൽ ടു ഒരു ദിവസത്തേക്കുള്ളത് എത്രയാണ്? 9.76 ഇൻറ്റു 30 ചെയ്താൽ മതി. ഏകദേശം 292.8 എന്ന് കിട്ടും. 292.8 ഇത്രയും കിലോ വാട്ട് ഹവർ എന്ന് കിട്ടും. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ആൻസറാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് നമുക്ക് തന്നിട്ട് എന്താണ് ക്വസ്റ്റ്യൻ? എന്താ? കാൽക്കുലേറ്റ് ദ മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ല്. എങ്ങനെയാണത് കാൽക്കുലേറ്റ്? അറ്റ് ദ റേറ്റ് ഓഫ് 2.5 കിലോ വാട്ട് ഹവർ. ഒരു എന്താണ് യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു കിലോ വാട്ട് ഹവറിന് 2.5 റുപ്പീസാണ്. അത്രയും രൂപയാണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ കാണാം? നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഇലക്ട്രിസിറ്റി ബില്ല് ഈക്വൽ ടു ഇവിടെ നമ്മൾ ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് എത്രയാണ്? 292 ആണല്ലേ? 292.8 ഇൻറ്റു നമ്മൾ എത്ര ചെയ്താൽ മതി? 2.5 രൂപ 2.5 റുപ്പീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 732 റുപ്പീസ് കിട്ടും. 732 രൂപ. ഇതാണ് നമ്മളെ ആൻസറായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ആദ്യം ഓരോ ഡിവൈസസിൻ്റെ എന്താണ് ആ എണ്ണം നോക്കിയിട്ട് n/p/t/1000 ചെയ്യുക. പിന്നെ എണ്ണം തന്നിട്ടില്ലെങ്കിൽ ഒറ്റ ഡിവൈസ് ഉള്ളെങ്കിൽ p/t/1000 ചെയ്യുക. എന്താണ് പവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻ വാട്ട്സിലായിരിക്കണം. കിലോ വാട്ടിലൊക്കെ ആണെങ്കിൽ അതിനെ വാട്ട്സിലേക്ക് മാറ്റണം. ഇനി ടൈം നമ്മൾ ഹവേഴ്സിലല്ലെങ്കിൽ അത് ഹവേഴ്സിലാക്കണം. ഹവേഴ്സിലാണ് ഇതിലൊക്കെ തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ടൈം ഇൻ ഹവേഴ്സ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഒരു ദിവസത്തേക്കുള്ള ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് കാണാൻ ആ എല്ലാ ഡിവൈസസിൻ്റെയും ഇലക്ട്രിക്കൽ എനർജി തമ്മിൽ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു മാസത്തേക്ക് എത്ര ദിവസമാണ്? 30 ദിവസമാണെങ്കിൽ 31 ദിവസമാണെങ്കിൽ 31 ദിവസം കൊണ്ട് ഗുണിക്കുക. 30 ദിവസത്തിൻ്റെ മാസമാണെങ്കിൽ 30 ദിവസം. അങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് നേരെ ഇൻറ്റു ചെയ്താൽ മതി ഒരു മാസത്തേക്ക് കാണാൻ. എന്നിട്ട് എന്താണ് ടോട്ടൽ ഇലക്ട്രിസിറ്റി ബില്ല് കാണാൻ ആ ഒരു എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റിയാണ് ഒരു മാസത്തേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് നോക്കുക. അവിടെ 292 ആണ്, അഥവാ 292.8 കിലോ വാട്ട് ഹവർ അല്ലെങ്കിൽ യൂണിറ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? അതുകൊണ്ട് നമ്മൾ എത്ര രൂപയാണ്? ഇപ്പോൾ 2.5 റുപ്പീസ് ആണെങ്കിൽ ആ 2.5 റുപ്പീസ് കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇലക്ട്രിസിറ്റി ബില്ല് എത്ര രൂപയാണ് എന്നുള്ളത് കിട്ടും. ഇത്രയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഇതുപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഇതോടെ അവസാനിപ്പിക്കും.